വയനാട് ബത്തേരി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി പ്രതി. ഹേമചന്ദ്രൻ്റേത് ആത്മഹത്യയാണെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. സൗദിയിലുള്ള പ്രതി നൌഷാദാണ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. എന്നാൽ നൌഷാദിന്റെ വാദങ്ങൾ തെറ്റാണെന്ന് പോലീസ്. ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് നൌഷാദിന്റെ നേതൃത്വത്തിൽ തന്നെയാണെന്ന് പോലീസ് നിരീക്ഷിക്കുന്നു. ഹേമചന്ദ്രനെ തങ്ങൾ കൊന്നിട്ടില്ലെന്നും ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുമാണ് നൌഷാദ് ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത്. 30ഓളം പേർക്ക് ഹേമചന്ദ്രൻ പണം കൊടുക്കാനുണ്ടെന്ന് തന്നോട് പറഞ്ഞു. പലയിടങ്ങളിലും പൈസ കിട്ടാൻ ഒരുമിച്ച് പോയി. മൈസൂരിൽ നിന്ന് പണം കിട്ടാനുണ്ടെന്ന് പറഞ്ഞ ഒരു ദിവസം വീട്ടിൽ തങ്ങിയെന്നും പിറ്റേ ദിവസം ആത്മഹത്യ ചെയ്ത നിലയിൽ കാണുകയായിരുന്നു എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. മൃതദേഹം കണ്ടപ്പോൾ കുഴിച്ചിടുകയല്ലാതെ മറ്റു വഴികളില്ലെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു. ഹേമചന്ദ്രന്റെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അങ്ങോട്ട് വരുന്നു തിരിച്ചു വരുന്നു ഒക്കെ ഞാൻ പോലീസിൽ അറിയിച്ചതാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ സറണ്ടർ ആവാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ ഈ കൊലപാതകം എന്ന് പറയുന്നത് തെറ്റാണ്. ഈ വ്യക്തി ആത്മഹത്യ ചെയ്തതാണ്. കാരണം ഞങ്ങൾക്ക് പൈസ കിട്ടാനുണ്ടായിട്ട് എനിക്കും എൻ്റെ സുഹൃത്തിനും അതുപോലെ 10-30 ആൾക്കാർക്ക് മേലെ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അയാൾ മനഃപൂർവ്വം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നത്. അല്ലെങ്കിൽ അയാൾക്ക് ഒരു പക്ഷേ ഞങ്ങൾ അവിടെ കൊണ്ടാക്കിയപ്പോൾ പോകാമായിരുന്നു. ഇല്ലെങ്കിൽ അയാൾ ആ വീട്ടിൽ ഒറ്റക്കാ താമസിക്കുന്നത്. അയാൾക്ക് ഇറങ്ങി പോകായിരുന്നു. ഇതിന് ശേഷം എന്ത് ചെയ്യാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇത് കാണുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞു കൊണ്ടുപോയി കുഴിച്ചിടുക, അല്ലാതെ വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കൊണ്ടുപോയി കുഴിച്ചിട്ടതാണ്. ഇത് ആത്മഹത്യ ചെയ്തതാണ്. അല്ലാതെ മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. ഞങ്ങൾ നല്ല സൗമ്യമായിട്ട് അയാളിൽ നിന്ന് പൈസ വാങ്ങിയെടുക്കാനുള്ള വഴിയാണ് നോക്കിയിരുന്നത്. അത്രയും സുഹൃത്ത് ബന്ധത്തിലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. എന്നാൽ നൌഷാദിന്റെ വാദങ്ങൾ പോലീസ് മുഖവിലക്കെടുത്തില്ല. കൊലപാതകം നടത്തിയത് നൌഷാദിന്റെ നേതൃത്വത്തിൽ തന്നെയെന്നാണ് പോലീസ് പറയുന്നത്. തെറ്റുപറ്റിയെന്ന അന്വേഷണ സംഘത്തിന് നൌഷാദ് വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോകാൻ വിളിച്ചു വരുത്തിയ കണ്ണൂർ സ്വദേശിയായ സ്ത്രീയെയും കേസിൽ പ്രതി ചേർക്കും. കോഴിക്കോട് നിന്നും 1.5 വർഷം മുമ്പ് കാണാതായ ഹേമചന്ദ്രന്റെ മൃതദേഹം തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള ചേരമ്പാടി വനത്തിലാണ് കണ്ടെത്തിയത്. നൌഷാദ് അടക്കമുള്ള പ്രതികൾ ഹേമചന്ദ്രനെ കൊന്നു കുഴിച്ചുമൂടിയതെന്നാണ് കേസ്. ജനം, വയനാട്.